ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഞാൻ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് ഓണമൊക്കെ അല്ലേ, അപ്പം ഇന്ന് ഒരു പായസം തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു അടപ്പായസമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് വലിയ ഇഷ്ടമുള്ളതൊന്നും അല്ല, എങ്കിലും കുറേ നാളായി കുടിച്ചിട്ട് ഒരു അടപ്പായസം. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കിയിട്ട് വരാം. ഞാനിവിടെ അട വേവിക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം ആക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ശർക്കര അലിയിപ്പിക്കാനും വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അട ഇട്ടിട്ടുണ്ട്, കണ്ടോ. ഇനി അതൊന്ന് തിളച്ച് ഒന്ന് വേവണം. ശർക്കര ഇവിടെ തിളച്ച് വരുന്നുണ്ട്. വേവുന്ന അടയിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. കാരണം എനിക്ക് ഒരുപാടൊന്നും അറിയില്ല, എൻ്റെ അറിവ് വെച്ച് ഞാൻ ഉണ്ടാക്കുവാണ് കേട്ടോ. ഈ നെയ്യ് ഒഴിക്കുമ്പോൾ അട ഒട്ടിപ്പിടിക്കില്ലെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പം നമുക്ക് നെയ്യ് കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇത് വേവട്ടെ. ഇനി ഞാൻ ഇവിടെ ചവ്വരി നേരത്തെ കുതിർക്കാൻ വെച്ചായിരുന്നു ചൂടുവെള്ളത്തിലിട്ട്. അപ്പം അതൊന്ന് നമുക്ക് വേവിക്കാം. അപ്പോൾ ഇവിടെ ചവ്വരിയും വെന്തോണ്ടിരിക്കുകയാണ്, കണ്ടോ. ചവ്വരിയും വേവുന്നുണ്ട്, ഇവിടെ അടയും കിടന്ന് വേവുന്നു. അട ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഊറ്റി കഴുകിയെടുക്കണം. പച്ചവെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് കഴുകിയെടുക്കണം. ഇത് ഞാൻ കഴുകിയെടുത്തിട്ട് വരാം. ഇവിടെ ഞാൻ ശർക്കര അരിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ കഴുകി വെച്ച അട നമുക്ക് ഇട്ട് കൊടുക്കാം. അട ഞാനിവിടെ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പം അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് എനിക്ക് മാത്രമല്ല കേട്ടോ, ഞാൻ അപ്പുറത്തെ റൂമിലൊക്കെ കൊടുക്കണം. അതുകൊണ്ടാണ് കുറച്ച് തോനെ ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ഇപ്പോൾ വേവിച്ച് വെച്ച ചവ്വരിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നിർത്താതെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇപ്പോൾ ഇവിടെ ശർക്കരയും ഈ അടയും എല്ലാം കൂടെ കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ കടയിൽ നിന്ന് തേങ്ങാപ്പാൽ വാങ്ങിച്ചതാണ് കടയിൽ നിന്ന്. അപ്പോൾ ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പാലൊഴിച്ച് പാലും അടയും ശർക്കരയും എല്ലാം കൂടെ ആയിട്ട് കണ്ടോ തിളച്ച് വരുന്നുണ്ട്. കുറച്ചൊന്ന് വറ്റിക്കാം. ഇതിലേക്ക് ഞാൻ ഇനി കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏലക്കപ്പൊടിയും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ അപ്പോൾ എല്ലാം കുറുകി വന്നിട്ടുണ്ട്, കണ്ടോ. പാലും അടയും എല്ലാം കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഏറ്റവും ലാസ്റ്റത്തെ പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ പാലും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പാല് ഒഴിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോഴേക്കും ഗ്യാസ് ഓഫ് ആക്കാം. ഇവിടെ അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എല്ലാം വറുത്തിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ ഗ്യാസ് ഓഫാക്കി, ചൂടായിട്ടുണ്ട്. അപ്പം ഇന്നത്തെ എൻ്റെ അടപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.